ഹായ്, ഗുഡ് മോർണിംഗ്. ഞാൻ ആഷിഖ് കമാൽ. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നലെ ഞാൻ മനുഷ്യത്വം മരവിച്ച കാലഘട്ടം എന്നുള്ളതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ആളെ കൊന്നതിനെക്കുറിച്ചും ഒക്കെ കാര്യങ്ങളൊക്കെ. പക്ഷേ അതുപോലത്തെ ഒരു അനുഭവം തന്നെ ഞാൻ അറിയുന്ന ഒരു കുട്ടിക്കുണ്ടായി. അപ്പോൾ അതും കൂടെ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ ഫ്രണ്ട്, കോളേജിലത്തെ എൻ്റെ ഒപ്പം പഠിച്ച ഒരു ഫ്രണ്ട് ഉണ്ട്, ധന്യ. അവളുടെ മോള് ഡോക്ടറാണ്, ഡോക്ടർ ആവണി. അപ്പോൾ കോഴ്സ് കഴിഞ്ഞിട്ട് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ആവണി ഹോസ്റ്റലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. ഒരു ഭക്ഷണം ആഫ്റ്റർ ഫുഡ് ഒന്ന് നടക്കാൻ ഇറങ്ങുമല്ലോ, അങ്ങനെ ഇറങ്ങിയതാണ്. ഫോണാണെങ്കിൽ റൂമിൽ വെച്ചിട്ടാണ് ഇറങ്ങുകയും ചെയ്തത്. ഈ സമയത്ത് റോട്ടിലൂടെ സൈഡിൽ കൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരു വണ്ടി വരികയും അത് ഭയങ്കരമായിട്ട് ആക്സിഡൻ്റ് ആയി മലർന്ന് കിടക്കുന്ന രൂപത്തിലേക്ക്, 4 വീലർ വണ്ടിയാണ്, അത് മലർന്ന് കിടക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ കുറേ 19 ആൾക്കാരൊക്കെ ഓടിക്കൂടുന്നു. ഇവളും പോകുന്നു, ഫുള്ള് ആണുങ്ങളെ ഉള്ളൂ. അപ്പോൾ ഇവളും അതിൻ്റെ ഇടയിൽ കൂടെ ഉള്ളിൽ കൂടെ തെക്കി കഴുകി ഉള്ളിൽ കൂടെ അവരിങ്ങനെ നോക്കേണ്ട ഒരു പെൺകുട്ടി ഉള്ളിൽ തിക്കി കയറുമ്പോൾ, അപ്പോൾ ഐ എം ഡോക്ടറാണെന്ന് പറഞ്ഞിട്ട് അവൾ കയറുകയും ചെയ്തു. കയറി കഴിഞ്ഞ് രക്തത്തിൽ കുളിച്ച് നിൽക്കുന്ന ഒരു ആളെയാണ് കാണുന്നത്. അയാളെ എടുത്തു. അവളൊരു ഡോക്ടറുടെ ഉത്തരവാദിത്തം അവിടെ ചെയ്യാണ്. അപ്പോൾ ചെയ്തിട്ട് നിൽക്കുമ്പോൾ എല്ലാവരോടും പറഞ്ഞു, നിങ്ങളൊരു വണ്ടി വിളിക്കൂ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും തിരക്ക് മൊബൈലിൽ ഷൂട്ട് ചെയ്യാനായിരുന്നു. ഈ ഒരു ഭാഗം, അല്ലെങ്കിൽ ആ ഒരു ആൾ കിടന്ന് രക്തം അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് വളരെ രസകരമായി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് വീഡിയോ എടുത്തിട്ട്. അല്ലാതെ ആ ആളെ എങ്ങനെയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്നല്ല. അങ്ങനെ ആ കുട്ടി വീണ്ടും, നിങ്ങൾ വേഗം ഒന്ന് വല്ല ആംബുലൻസ് വിളിക്കുക. ആംബുലൻസ് ഏത് നമ്പറിലാണ് വിളിക്കേണ്ടത് ഇതുപോലും ജനങ്ങൾക്ക് അറിയില്ല എന്നുള്ളതാണ്. ഇന്ന് അയാൾക്ക് അങ്ങനെ ഒരു ആക്സിഡൻറ്റ് പറ്റിയെങ്കിൽ നാളെ നമ്മളും അതേപോലത്തെ ഒരു അവസ്ഥയിൽ എത്തേണ്ട ആൾക്കാരാണ്. അപ്പം നമ്മൾ അതൊക്കെ ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇത് ഈ മൊബൈലും പിടിച്ചിട്ട് എന്താണ് അതിന് ഗുണം കിട്ടുന്നത് എനിക്ക് മനസ്സിലാവേണ്ട. അതും ഇങ്ങനത്തെ ഒരു ഘട്ടത്തിൽ എല്ലാം മറന്ന് അയാളെ രക്ഷിക്കുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഒന്നും ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഇല്ല എന്നുള്ളത്. അങ്ങനെ ആ കുട്ടി വണ്ടിയൊന്നും വിളിക്കണം കാണുന്നില്ല, ആക്കണം കാണില്ല. അങ്ങനെ ലാസ്റ്റ് ഒരു ഓട്ടോക്കാരൻ യൂണിഫോം ഇട്ട ഒരാളെ കണ്ടപ്പോൾ, നിങ്ങൾ ഓട്ടോ ഡ്രൈവർ അല്ലേ ചോദിക്കുന്നു. അതേന്ന് പറയുന്നു. എന്നാൽ നിങ്ങളെ വണ്ടി എടുക്കും, നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കാം. അങ്ങനെ ഈ കുട്ടി അയാൾ പിടിച്ച് പൊക്കുമ്പോഴേക്കും ഒരാൾ വന്ന് പിടിച്ചു വെക്കും. വണ്ടിയിൽ കയറ്റിയിട്ട് ഒരു മനുഷ്യൻ പോലും അതിലൊപ്പം കയറി ഇരുന്നില്ല എന്നുള്ളതാണ്. ഈ കുട്ടി എന്ന് പറഞ്ഞാൽ കോഴ്സ് കഴിഞ്ഞിട്ടുള്ള അത്ര വലിയ പ്രായമുള്ളൊരു ഡോക്ടറൊന്നുമല്ല. അപ്പോൾ ആ മോള് അയാളായിട്ട് കയറിയിരിക്കുന്നു. നേരെ മെഡിക്കൽ കോളേജിൽ ചെല്ലുന്നു. അപ്പോൾ ഈ ചെല്ലുന്ന സമയത്തൊക്കെ റൂമിലേക്ക് ഈ കുട്ടി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഫോൺ അവിടെയല്ല ഇരിക്കുന്നത്, വേറെ ആളുടെ നമ്പറിൽ നിന്ന് അവളുടെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മറ്റുള്ളവർ അവളുടെ ഫോണല്ലേ വേറെ ആരെങ്കിലും ആവുന്നുള്ളതിലാണ്. പക്ഷേ അവിടെ ഒന്നും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ, ഒരാൾ ഫോൺ റൂമിൽ വെച്ച് പോയിട്ട് വേറൊരു സേവ് ചെയ്യാത്തൊരു നമ്പറിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തന്നെ അത് എടുക്കാൻ നമ്മൾ ശ്രമിക്കണം. കാരണം ആ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയിട്ടാണോ, വേറെ ആരെങ്കിലും വിളിക്കുകയാണോ, ഇതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടും നമ്മൾ അവിടെയും നമ്മളൊരു റെസ്പോൺസിബിലിറ്റി കാണിക്കേണ്ടതുണ്ട്. എന്നിട്ട് ഈ കുട്ടി ഹോസ്പിറ്റലിൽ എത്തിയോട് കൂടെ വേറെ ഡോക്ടർമാരൊക്കെ വഴക്ക് പറയുന്നു, ഇതെന്താ ഇത്ര നേരമൊക്കെ ടൈം എടുത്തോ, ഇത്രയും ടൈം ആയല്ലോ, ഇയാൾ ബ്ലീഡിങ് ഇത്രയും പോകുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഡോക്ടറാണ് ഇങ്ങനെ വഴി വെച്ച് കണ്ടപ്പോൾ ആക്കിയതാണ്. പക്ഷേ ഈ കുട്ടി ഇവിടെ ചെയ്തത് ഒരു ഡോക്ടറുടെ ഉത്തരവാദിത്തം, അതുപോലെ തന്നെ മനുഷ്യത്വം എന്ന് പറഞ്ഞൊരു സംഭവം അവിടെ കൊണ്ടുവന്നു. അത് രണ്ടും കൂടെ ആയപ്പോഴാണ് ആ കുട്ടിക്ക്, ആ ഡോക്ടർ മോൾക്ക് അവിടെ പേഷ്യൻറ്റിനെ എത്തിക്കാൻ കഴിഞ്ഞത്. ഇതേപോലെ എല്ലാ മനുഷ്യരും നിങ്ങൾ ഒന്നും കൂടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്കൊരു വീഡിയോ കൊടുത്താൽ ഫസ്റ്റ് പോസ്റ്റ് ചെയ്യലല്ല വേണ്ടത്. ആ മനുഷ്യന് ഏത് സ്പീഡിൽ രക്ഷിക്കാൻ പറ്റും, എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുക. എന്നിട്ട് അതുപോലെ സേഫാക്കി എടുക്കുക. മനുഷ്യത്തെ മരവിക്കല്ലേ പ്ലീസ്. താങ്ക് യു വെരി മച്ച്.